ചില്ലിട്ട ആ ഭാഗത്ത് നല്ലതായിട്ട് ചോർച്ചയുണ്ട്. മഴ പെയ്യുമ്പോൾ നന്നായിട്ട് ചോരുന്നുണ്ട്. അതിപ്പം ഒരു കാര്യത്തെക്കുറിച്ച് കുറ്റമായാലും കുറവായാലും നല്ലതായാലും ചീത്തതായാലും ഒന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതാണ്. പറഞ്ഞു കഴിഞ്ഞ ശേഷം ആ പറഞ്ഞതിൽ നിന്ന് 100 ചോദ്യങ്ങൾ ജനിക്കാം. അതിന് ന്യായം പറഞ്ഞ് ആ പറഞ്ഞ ആളും ഒരു വഴിക്കാവും. നിങ്ങൾ ആദ്യം കേട്ട ശബ്ദം രേണു സുധിയുടേതാണ്. രേണു ഇപ്പോൾ അടുത്തൊരു ഇൻ്റർവ്യൂവിൽ പറഞ്ഞതാണ്, അതായത് കൊല്ലം സുധി മരിച്ച ശേഷം കുട്ടികളുടെ പേരിൽ സുധിയുടെ കുടുംബത്തിന് സമാധാനത്തോടെ താമസിക്കാൻ വേണ്ടി ഫിറോസ്ക സമർപ്പിച്ച വീട്, ആ വീടിന് ഇപ്പോൾ ചോർച്ചയുണ്ടെന്ന് രേണു പറഞ്ഞു. പലരും രേണു പറഞ്ഞത് ശരിയാണെന്ന് വിശ്വസിച്ചു. തുടർന്ന് വീട് നിർമ്മിച്ചു നൽകിയ ഫിറോസ്ക തന്നെ രംഗത്ത് വരികയും കാര്യകാരണങ്ങൾ പറയുകയും ചെയ്തു. വീടിനടുത്ത് മരങ്ങളോ മറ്റു വീടുകളോ ഇല്ലാത്തതുകൊണ്ട് ശക്തമായ മഴയും കാറ്റുമുള്ളപ്പോൾ വായു സഞ്ചാരം കൂടുതൽ ലഭിക്കാനും ചൂടുകാലത്ത് കാറ്റ് കിട്ടാനും വേണ്ടി ഉണ്ടാക്കിയ ഭാഗത്ത് ചെറിയൊരു ഊത്താല, ഞങ്ങളുടെ അവിടെ ഊത്താല എന്നാണ് പറയുക. രേണുവിൻ്റെ ഭാഷയിലാണെങ്കിൽ എർച്ചിൽ ഉണ്ട് എന്ന് തന്നെയാണ് രേണു പറഞ്ഞത്. ആ ചെറിയൊരു സംഭവത്തെയാണ് രേണു ചോർച്ച എന്ന് പറഞ്ഞ് വാർത്ത സൃഷ്ടിച്ചത്. ചോർച്ചയെന്ന് പറഞ്ഞാൽ നമ്മൾ എർച്ചിലും ചോർച്ചയെന്നൊക്കെ പറഞ്ഞാൽ, ഞാൻ എർച്ചിലടിക്കാന്ന് കേട്ടിട്ടുണ്ടോന്ന് അറിയില്ല. ഓരോ സ്ഥലത്തും ഓരോ വാക്കുകളാണ്. നമ്മളെ വീടിനകത്തിരുന്ന മഴ പെയ്യുമ്പം വെള്ളം അകത്ത് കയറുന്നതിനാണ് ഞാൻ ചോർച്ചയെന്ന് പറഞ്ഞത്. അത് എർച്ചിലടിക്കാന്നും പറയും. ഞാൻ എൻ്റെ വായിൽ അത് ചോർച്ചയായിട്ടാണ് വന്നത്. അതായത് ഇങ്ങനെ ചോർന്നത് വീടിനകത്ത് എന്തായാലും വെള്ളം വരും മഴ പെയ്യുമ്പോൾ. വീട് ചോർന്നിങ്ങനെ ഈ എന്തുവാ ഇവര് പണിത് ഈ വാർത്ത് വെച്ചേക്കുന്നെന്ന് പറയും. കമ്പി കെട്ടി വാർക്ക വീടെന്ന് പറയില്ലേ, വാർക്ക വീട്, ഓട് വീട്. അപ്പൊ ഈ ഭാഗത്ത് വാർക്ക വീടിന്റെ അകത്ത് വാർക്ക ഉള്ള ഭാഗത്തൂടെ അല്ല ചോരുന്നെന്ന് ഞാൻ പറഞ്ഞു. ഈ ഇരിക്കുന്ന സ്ഥലമുണ്ടല്ലോ ലിവിങ് ഏരിയ, ഇവിടെ ഈ മുകളിലോട്ട് കുറച്ച് അഴികളുണ്ട്. അവിടെ നിന്ന് എന്തായാലും വെള്ളം ഇങ്ങോട്ട് അടിച്ചു കയറും. ഇതാണ് ഞാൻ പറഞ്ഞത്. അതാണ് ഞാൻ ആദ്യമേ പറഞ്ഞത്, പറയുന്ന വാക്കുകൾ ശ്രദ്ധിക്കണമെന്ന്. ചോർച്ചയും എർച്ചിലും രണ്ടാണ് രേണു. അത് ആദ്യം മനസ്സിലാക്കുക. വാർക്കയുടെ ഇടയിലൂടെ വരുന്നതാണ് ചോർച്ച. ഓട് വീടാണെങ്കിൽ ഓടിനിടയിലൂടെ വരുന്നതും. ഫിറോസ്ക പറഞ്ഞ സ്ഥലം വഴിയാണ് വെള്ളം വരുന്നത്. അതിനെ എർച്ചിൽ അല്ലെങ്കിൽ ഊത്താല എന്നാണ് പറയുക. ഒരു പുതിയ വീടാകുമ്പോൾ എല്ലാം മുൻകൂട്ടി തയ്യാറാക്കി നിർമ്മിച്ചു കഴിഞ്ഞ് ഉപയോഗിക്കുമ്പോഴാണ് ചെറിയ എന്തെങ്കിലും കുറവുകളുണ്ടെങ്കിൽ അതാത് സമയത്ത്, അതായത് മഴക്കാലമാണെങ്കിൽ ഇത്തരം എർച്ചിലൊക്കെ കണ്ടെത്താൻ കഴിയും. ആ സമയത്ത് അത് നിർമ്മിച്ചവരെ വിളിച്ച് കാര്യം പറഞ്ഞാൽ അവരത് ശരിയാക്കി തരും. ഇവിടെ രേണു ശരിയായ രീതിയിലല്ല ഫിറോസ്കാട് സംസാരിച്ചത് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഇനിയിപ്പോൾ അവർ ചെയ്തു തന്നില്ലെങ്കിൽ അവരവർ തന്നെ അത് ചെയ്യണം. അത് പറയാൻ കാരണമുണ്ട്. ആ വീട് നിങ്ങൾ കാശ് കൊടുത്ത് നിർമ്മിച്ചതല്ല. സഹായ മനസ്സുള്ള ഫിറോസ്കയുടെയും സംഘത്തിൻ്റെയും നന്മ കൊണ്ട് മാത്രം ലഭിച്ചതാണ്. അപ്പോൾ അങ്ങനെ ഒരു പ്രശ്നം കണ്ടാൽ അതൊരാളെ വിളിച്ച് ശരിയാക്കാവുന്നതല്ലേ ഉള്ളൂ. രേണുവിൻ്റെ അച്ഛൻ വീട് പണിയുമായി ബന്ധമുള്ള ആളല്ലേ. ആ ആളാണ് ഇന്ന് രേണുവിൻ്റെ കൂടെ ഇരുന്ന് ഫിറോസ് ഖാനെ കുറ്റം പറയുന്നത്. അതൊന്ന് കേൾക്കാം. ഈ തേപ്പെന്ന് പറയുന്നത്, ഈ വീട് തേച്ചിരിക്കുന്നത് സിമെന്റും മണലും ഇല്ലാതെയാണ്. സിമെന്റും എംസാൻഡും ഇല്ല. സാധാരണ വീട് പണി നമ്മുടെ ഈ കേരളത്തിൽ ഞാൻ കണ്ടിരിക്കുന്നത്, ഞാനും ഒരു കെട്ടണ പണിക്കാരനായിരുന്നു. അങ്ങനെ തേച്ച് ഇത് കെട്ടിക്കഴിഞ്ഞാൽ തേപ്പെന്ന് പറയുന്ന സാധനം തേക്കുന്നത് സിമെന്റും മണലുണ്ടെങ്കിൽ മണലില്ലെങ്കിൽ എംസാൻഡ് തട്ടുന്നത്. ഇവിടെ വെറും ഒരു എന്താ പറയുക, ക്ലേ പോലെ ഒരു സാധനം, കുമ്മായം പോലെ പാക്കറ്റ്, കുമ്മായം പോലെ, അത് 50 കിലോയുടെ പാക്കറ്റ് കൊണ്ടടിക്കും. ഞാൻ അന്ന് ചോദിച്ചത് നിൽക്കുമോ എന്ന് ചോദിച്ചപ്പോൾ ഒരു കുഴപ്പമില്ല, ഇപ്പോഴത്തെ ആധുനിക മോഡൽ എല്ലായിടത്തും ഇങ്ങനെ ചെയ്യുന്നതെന്ന് പറഞ്ഞു. എനിക്ക് തർക്കിക്കാൻ പറ്റത്തില്ല. കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ദാനം ചെയ്യുന്ന നാട്ടുകാർ. അപ്പം ഞാനൊന്നും മിണ്ടാതെ പറയുന്നത്, എനിക്ക് വർക്കറിയാം, ഞാനൊന്നും മിണ്ടിയില്ല. പക്ഷേ ഈ വീടിന്റെ അതാണ് തേപ്പ്. പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം, ഇതിന്റെ തറകെട്ട്, ഇതിന്റെ ഭിത്തികെട്ട്, ഇതിന്റെ കോൺക്രീറ്റ്, ഇതെല്ലാം നല്ല മാന്യമായിട്ട് ചെയ്തു. ബാക്കി ഇത് തേച്ചത് പ്ലാസ്റ്ററിങ് കംപ്ലീറ്റ് ഈ കുമ്മായം കൊണ്ട് തേച്ചത് കൊണ്ട് മുഴുവനും മഴ നനഞ്ഞ് പൊയ്ക്കൊണ്ടിരിക്കുക പുറകിൽ. ഈ വ്യക്തിയാണ് ഈ കഴിഞ്ഞ ദിവസം രേണു ഇവിടെ നനയെന്ന് പറഞ്ഞപ്പം രേണു പറഞ്ഞ പച്ച കള്ളമാണെന്ന്. രേണുവിൻ്റെ അച്ഛാ, രേണു പറഞ്ഞത് പച്ച കള്ളം തന്നെയല്ലേ. എർച്ചിലടിക്കുന്നതിന് ചോർച്ച എന്ന് പറഞ്ഞത് കള്ളം തന്നെയല്ലേ. അപ്പോൾ അച്ഛനാണ് രേണുവിനെ തിരുത്തേണ്ടിയിരുന്നത്. രേണുവിൻ്റെ ആ വാക്ക് തന്നെയാണ് ഈ ഒരു ചെറിയ പ്രശ്നം ഇത്രയും വലിയ ചർച്ചയ്ക്ക് വഴി മാറ്റിയത്. കോൺക്രീറ്റ്, തറക്കെട്ട്, ഭിത്തിക്കെട്ട് എല്ലാം നന്നായി ചെയ്തു എന്ന് പറയുന്ന അച്ഛനോട് ഒരു കാര്യം പറയട്ടെ. നാട്ടുകാർ ദാനം ചെയ്ത വീടാണെങ്കിലും മറ്റു വർക്കുകളെല്ലാം കുട്ടികൾക്കാണ് എന്ന് കരുതി കളിപ്പാട്ടം നിർമ്മിക്കുന്ന രീതിയിൽ ചെയ്തു കൊടുക്കുമോ? സംസാരിക്കുമ്പോൾ ആളുകളെ ബഹുമാനിച്ച് മാന്യമായി സംസാരിക്കുക. മകളെ ചീത്ത പറയുന്നവരും തെറി വിളിക്കുന്നവരും വിമർശിക്കുന്നവരും ഉണ്ടാവാം.
അതൊന്നും വ്യക്തിപരമായല്ല, പബ്ലിക് പ്ലാറ്റ്ഫോമുകളായ സോഷ്യൽ മീഡിയകളിൽ പ്രവർത്തിക്കുന്നത് കൊണ്ടാണ്. അവിടെ അത് സ്വാഭാവികമാണ്. ശ്രുതിയുടെ ഭാര്യയാണ് എന്ന പരിഗണന പോലും ഉണ്ടാവില്ല. മാന്യമല്ലാത്ത രീതിയിലെ പ്രതികരണങ്ങളെ നിയമപരമായി നേരിടുക. അതല്ലാതെ രേണുവിനെ വിമർശിക്കുന്നവരെയെല്ലാം ശത്രുവായി കാണുകയല്ല വേണ്ടത്. ഇതിനൊക്കെ കാരണം രേണുവിൻ്റെ നാവ് തന്നെയാണ്. ആവശ്യമില്ലാതെ അറിയുക പോലുമില്ലാത്ത ഒരു കാര്യത്തെക്കുറിച്ചാണ് രേണു സംസാരിച്ചത്. സോഷ്യൽ മീഡിയകളിൽ ഓടി നടക്കുന്നത് കൊണ്ട് ഒന്നും ശ്രദ്ധിക്കാൻ സമയമില്ല എന്ന് രേണു തന്നെ പറയുന്നുണ്ട്. ഞാൻ പറഞ്ഞുള്ളൂ, അല്ലാതെ ഇതിന്റെ വീട് കുറ്റം പറഞ്ഞല്ല. വീട് പണിത് അങ്ങനെ ഞാനത് എനിക്കതിനെ പറ്റി ഡീറ്റെയിൽ, കാരണം ഞാൻ ഒത്തിരി ദിവസം ഇവിടെ നിൽക്കുന്നില്ല. ഈ ഒരു വീട് പണിതിട്ട് 6 മാസം ആകുന്നു കഴിഞ്ഞു. ഞാൻ ഈ 6 മാസത്തിനകം നല്ല തിരക്കായിട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും നാടകമായിരുന്നു മെയിൻ ആയിട്ടുള്ളത്. ആ സമയത്തൊക്കെ ഞാൻ ഓടി നടക്കുന്നതുകൊണ്ട് ഞാൻ ഇവിടെ അധികം ദിവസം നിൽക്കുന്നില്ലാത്തതുകൊണ്ട് എനിക്ക് ഇതിനെപ്പറ്റി ഡീറ്റെയിൽ കാര്യങ്ങൾ അറിയാം. എന്റെ പപ്പായ്ക്ക് ഇതിനെപ്പറ്റിയൊക്കെ കൂടുതൽ അറിയാം. അതാണ്, ആരോ എന്തോ പറയുന്നത് കേട്ടു, അത് വള്ളിയും കോമയും ഒന്നും കളയാതെ ഞാനങ്ങോട്ട് പറഞ്ഞു. രേണു ഒരു കാര്യം മനസ്സിലാക്കുക, ഇന്ന് ഒരു അറിയപ്പെടുന്ന ആൾ തന്നെയാണ് രേണു സുധി. പബ്ലിക് പ്ലാറ്റ്ഫോമുകളിലെ ആ അറിയൽ എന്ത് വിളിച്ചു പറഞ്ഞാലും 4 ആൾ അറിയും. ഈ സോഷ്യൽ മീഡിയയുടെ ഒരു പ്രശ്നം അതാണ്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറഞ്ഞത്, അങ്ങനെയുള്ള രേണു പറയുന്ന വാക്കുകളും പ്രവർത്തികളും കണ്ടറിഞ്ഞ് ശ്രദ്ധയോടെ ചെയ്യണമെന്ന്. ഇല്ല എങ്കിൽ ഇങ്ങനെ പറഞ്ഞതിനെ ന്യായീകരിച്ച് വീണ്ടും അതിനെ ന്യായീകരിച്ച് പോയിക്കൊണ്ടേയിരിക്കും. എല്ലാ ലോകരും ഈ ഫിറോസും മറന്നു പോകുന്ന ഒരു കാര്യമുണ്ട്. രേണുവിനെ പറഞ്ഞു, ഞങ്ങളെ പറഞ്ഞു, 5 വയസ്സ് കഴിഞ്ഞ ഒരു കുഞ്ഞിന്റെ കാര്യം ഇവരാരെങ്കിലും സംസാരിക്കുന്നുണ്ടോ? ഉണ്ടോ? ആരവനെ സംരക്ഷിക്കും? ആര് സംരക്ഷിക്കും? അത് ഇവരൊന്നും പറയും, ഇവരാരും കൂടി ഞങ്ങൾ ഏൽപ്പിക്കുന്നില്ല നിങ്ങൾ സംരക്ഷിക്കാൻ. എന്ന കാര്യത്തിന് സത്യസന്ധത വേണം. ഈ പറഞ്ഞ വ്യക്തികൾക്കും കുടുംബവും കുഞ്ഞുങ്ങളും ഉണ്ടെന്ന് ഓർക്കണം. അയാളിന് എത്ര വലിയ സമ്പന്നനായിക്കോട്ടെ, അല്ല വലിയ കോൺട്രാക്ട് ആയിട്ടോ, ഇതാണോ പുള്ളി ചെയ്യേണ്ട കാര്യം? ഈ വീടിന്റെ അവസ്ഥ നിങ്ങൾ കാണണം, പുറമെ ഞാൻ എടുത്ത് കാണിക്കാം. അന്നേരം അതിന്റെ എണ്ണം വരുള്ളൂ. തട്ടി വലിച്ചോലെ മുഴുവൻ മേളിന്ന് താഴോട്ട് അടർന്നു വീണോണ്ടിരിക്കുക. അടുത്ത കൊല്ലം ഈ സമയമാകുമ്പോൾ ഭിത്തി ഇങ്ങനെ അകത്ത് പെയിന്റും എല്ലാം കാണും, പുറത്ത് കറുത്തിരിക്കും മുഴുവൻ. അതിന്റെ ആ സിമെന്റും കൂടെ, കട്ടട സിമെന്റും കൂടെ തേപ്പില്ലെങ്കിൽ കട്ട നനഞ്ഞു പോകും. അങ്ങനെ വീടിന്റെ അവസ്ഥ, ഈ സാധനം ഫിറ്റ് ചെയ്തതിന്റെ അവസ്ഥ ഞാൻ പറഞ്ഞല്ലോ. ഇതൊന്നും ഞാൻ പറയുന്നില്ല, മനഃപൂർവ്വം ഞാൻ മിണ്ടാതിരുന്ന. ഒരു കലാകാരൻ എന്ന നിലയിൽ ജീവിച്ചിരുന്ന സുധി താമസിച്ചിരുന്നത് വാടക വീട്ടിലായിരുന്നു. പെട്ടെന്നുള്ള അദ്ദേഹത്തിൻ്റെ മരണം അദ്ദേഹത്തെ സ്നേഹിക്കുന്നവരെ വിഷമത്തിലാഴ്ത്തി. സ്വന്തമായൊരു വീട് എന്നും സുധി സ്വപ്നം കണ്ടിരുന്നു. അത് പലയിടത്തും പറയുന്നത് നമ്മൾ കേട്ടതാണ്. സുധിയുടെ മരണശേഷം സ്വന്തമായൊരു വീട് എന്നത് സഫലമായി. അതിന് ഫിറോസ് കെയും സംഘവും മുന്നിലുണ്ടായിരുന്നു. ആ വീട് വെക്കാനുള്ള 7 സെന്റ് സ്ഥലം നോബിൾ ഫിലിപ്പ് എന്നൊരു അച്ഛൻ നൽകി. ഒരു വീടിനാവശ്യമായ എല്ലാം പലരും സഹായിച്ചു നൽകി. രേണുവിൻ്റെ മകൻ്റെ പഠിത്തം ഫ്ലവേഴ്സ് TV ഏറ്റെടുത്തിട്ടുണ്ടെന്നാണ് അറിവ്. ഇതിനൊക്കെ അപ്പുറം എന്താണ് ചെയ്യേണ്ടത് രേണുവിൻ്റെ അച്ഛ? ജീവിതത്തിൻ്റെ പല മേഖലയിലൂടെയും സഞ്ചരിക്കുന്ന രേണുവിൻ്റെ അച്ഛന് ഇതൊക്കെ ആരെങ്കിലും പറഞ്ഞു തരേണ്ട ആവശ്യമുണ്ടോ? അതോ വിമർശിക്കുന്നവരുടെ നെഞ്ചത്ത് കയറാൻ മനഃപൂർവ്വം മറക്കുന്നതോ? ഇത്രയൊക്കെ നാട്ടുകാർ ചെയ്തു തന്നിട്ട് 5 വയസ്സുള്ള രേണുവിൻ്റെ മകൻ്റെ കാര്യം ആരെങ്കിലും ചോദിക്കുന്നുണ്ടോ എന്ന് ഇത്രയും വീരത്തോടെ ചോദിക്കാൻ എങ്ങനെ ധൈര്യം വരുന്നു? രേണു തന്നെ പറയുന്നു തിരക്കോട് തിരക്കാണെന്ന്. വീടിൻ്റെയോ വീട്ടുകാരുടെയോ കാര്യം പോലും നോക്കാൻ സമയമില്ലാതെ അധ്വാനിക്കുന്ന രേണുവിന് ഒരു 5 വയസ്സുള്ള കുട്ടിയുടെ കാര്യം നോക്കാൻ കഴിവില്ലേ? സുധിയുടെ മൂത്ത മകന് ആരുണ്ട്? അമ്മയില്ല. സുധി മരിച്ചതോടെ അച്ഛനും ഇല്ലാതായി. അവൻ വലിയൊരു മനുഷ്യനാണെങ്കിലും ഇന്നും പഠിക്കുന്ന ആളാണ്, പഠിക്കുകയാണ്, അല്ലാതെ ജോലിക്ക് പോവുകയല്ല ചെയ്യുന്നത്. രേണുവിൻ്റെ കുട്ടിയെ പോലും നോക്കാൻ കഴിയാത്ത ആളുകളാണ് നാട്ടുകാരെ നന്നാക്കാൻ നോക്കുന്നത്. രേണുവിൻ്റെ അച്ഛന് വീടിൻ്റെ പ്രശ്നങ്ങൾ കണ്ടാൽ പരിഹരിക്കാൻ അറിയാവുന്ന ആളല്ലേ? തന്നെ കൊണ്ട് കഴിയില്ലെങ്കിൽ കഴിയുന്നവരെ കണ്ടെത്തി വിളിച്ച് ഈ പറഞ്ഞതെല്ലാം ശരിയാക്കി കൊടുക്കണം. അല്ലാതെ ക്യാമറയുടെ മുന്നിൽ ഷോ കാണിക്കുകയല്ല വേണ്ടത്. ഇനി പറയുന്ന കാര്യം എന്തായാലും ആളുകൾ നടത്താൻ സാധ്യതയുണ്ട്. ഇവരെ കൊണ്ട് അതെങ്കിലും നടത്താൻ സാധിച്ചല്ലോ എന്ന് സമാധാനിക്കാം. ആരെങ്കിലും മലയാളികളായിട്ട് ആരെങ്കിലും ഇതുപോലുള്ളൊരു അവസരം ആരെങ്കിലും മരിച്ചു കഴിയുമ്പോൾ ദയവേത് നിങ്ങൾ അവർക്ക് ഒരു വീട് ഉണ്ടാക്കി കൊടുക്കരുത്. ഇതുപോലുള്ള വീട് ഉണ്ടാക്കി കൊടുക്കുക. എന്നിട്ട് അവരെ അവിടെ താമസിപ്പിക്കാൻ, ഈ ഉണ്ടാക്കുന്നവൻ പറയുന്ന ആൾ അവിടെ താമസിപ്പിക്കാനും നാട്ടുകാർ പറയുന്ന ആൾക്കാരെ അവിടെ താമസിക്കാനും അങ്ങനെ ഒരിക്കലും ചിന്തിച്ച് നിങ്ങൾ ആർക്കും ഒരു സഹായം ചെയ്യരുത്. ഈ ഒരു സഹായം കിട്ടിയോണ്ട് ഞങ്ങൾക്ക് ഭയങ്കര മനപ്രയാസം കൂടി പറയാം. ഞങ്ങളെ നോക്കണ്ട. ഈ കുഞ്ഞിനെ ഓർത്തോ, ഈ 5.5 വയസ്സുള്ള കുഞ്ഞിനെ ഓർത്തോ. കിച്ചു അവന് 21 വയസ്സായി. സുധി മരിക്കുമ്പോൾ അവന് 19 വയസ്സുണ്ട്. അവന് കോളേജിൽ പഠിക്കുന്ന ഒരു പുരുഷന്. പറയുന്നില്ല അവൻ ഒറ്റയ്ക്ക് ഇവിടെ താമസിക്കാൻ പറ്റുമോ? അവനെ ഞങ്ങൾ നാളെ പോകാം. ഈ കുഞ്ഞിനെ എവിടെ ഇട്ടിട്ട് പോകും?
ഏകദേശം എല്ലാവരും ആ തീരുമാനത്തിലെത്തിയിട്ടുണ്ട്, അല്ലെങ്കിൽ ഇവരായി എത്തിച്ചിട്ടുണ്ട്. ഇനി ആർക്കും ഇങ്ങനെ സഹായിക്കരുത് എന്ന് പറയേണ്ടത് ഇങ്ങനെ ഇരുന്നിട്ടല്ല. ആ സ്ഥലവും വീടും ഉപകരണങ്ങളുമെല്ലാം ഞങ്ങൾക്ക് വേണ്ട എന്ന് പറഞ്ഞ് അവിടെ നിന്നും ഇറങ്ങി സ്വന്തമായി അതൊക്കെ ഉണ്ടാക്കി കാണിച്ചിട്ടായിരിക്കണം. അല്ലാതെ നാട്ടുകാർ തന്ന വീട്ടിലിരുന്നല്ല അഹങ്കരിക്കേണ്ടത്. നിങ്ങൾക്ക് തന്നതോടുകൂടി ഇനി നിങ്ങളെ സഹായിച്ചവരെല്ലാം ഇനി ഒരാളെയും സഹായിക്കില്ല എന്ന നല്ല തീരുമാനത്തിലേക്ക് എത്തിയിട്ടുണ്ട്. എത്ര മനുഷ്യർ ജോലി ചെയ്യാൻ പോലും കഴിയാതെ തെരുവോരത്ത് മഴയും വെയിലും മഞ്ഞും കൊണ്ട് ജീവിക്കുന്നുണ്ട്. അവരെയെല്ലാം സഹായിക്കാനുള്ള നല്ല മനസ്സാണ് നിങ്ങൾ ഇല്ലാതാക്കിയത്. ഇന്നും ആ വീട്ടിലിരുന്നു കൊണ്ട് എല്ലാത്തിനും കുറ്റം പറയുന്ന നിങ്ങളെ പൂവിട്ട് പൂജിക്കണം. ഒരു കാര്യം ആലോചിക്കുക, നിങ്ങൾ സഹായിച്ചവരെ ഓർത്തില്ലെങ്കിലും നന്ദി കാണിച്ചില്ലെങ്കിലും വേണ്ടില്ല, ഉപദ്രവിക്കാതിരിക്കാനെങ്കിലും ശ്രമിക്കുക. ഫിറോസ് കാർഡും സംഘത്തോടും നോബൽ ഫിലിപ്സ് അച്ഛനോടും സുധിയുടെ കുടുംബത്തെ പല രീതിയിൽ സഹായിച്ചവരോടും ഒരു റിക്വസ്റ്റ്. രേണു പറയുന്നത് കേട്ട് സഹായം വേണ്ടവരെ നിങ്ങൾ അവഗണിക്കരുത്. അർഹതപ്പെട്ടവർക്ക് അത് വേണ്ട രീതിയിൽ ദൈവത്തെ ഓർത്ത് സഹായിക്കണം എന്നാണ് എൻ്റെ എളിയ അപേക്ഷ.